മക്കളെ, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് മിസ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഗ്രാമർ പാർട്ട് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഗ്രാമറിൽ എന്തുണ്ടായിരിക്കണം, നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ പഠിച്ചിരിക്കണം. സോ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് അല്ലേ. ഇങ്ങനെ നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് പ്രസന്റ് ടെൻസ് എന്നാണ് നമ്മൾ തുടങ്ങാം. ഈ പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത പ്രസന്റ് ടെൻസിലെ ആദ്യത്തെ ടെൻസ് ഫോം ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, നമ്മൾ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒരു സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഈ 3 കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കും. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ഇറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പേര് പോലെ തന്നെ ആളെന്താണ്, സിമ്പിൾ ആണ്. അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അറ്റ് പ്രസന്റ് കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അറ്റ് പ്രസന്റ് എന്താണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാം, പ്രസന്റ് ടെൻസ് എന്ന് പറയും. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളെപ്പോലെ വട്ടിട്ട് ഇങ്ങനെ അതിശയത്തോടു കൂടി ചോദിക്കാണ് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നല്ലേ. സോ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുക പ്രസന്റ് ടെൻസിലെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കാം, നമുക്കിവിടെ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹാബിറ്റ്സ്. ഫസ്റ്റ് വൺ എന്താ അവിടെ പറയുന്നത്, ഹാബിറ്റ്സ് യൂസ് ചെയ്യാൻ. അതായത് നമുക്ക് ശീലങ്ങൾ ഉണ്ടാവും. ശീലം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 1-2 ദിവസത്തിൽ ചെയ്യുന്നൊരു കാര്യമില്ല, നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യും, അത് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹാബിറ്റ്സ്, അങ്ങനെയുള്ള നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോകുന്നു വിചാരിക്കാം. ഐ ഗോ ഫോർ വാക്ക് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ നടക്കാൻ പോകും, അതെൻ്റെ ഒരു ശീലമാണ്. അത് ഞാൻ ഏത് ടെൻസിൽ പറയണം, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഞാൻ പറയണം. അടുത്തത് നോക്കിയേ, അൺചേഞ്ചിങ് സിറ്റുവേഷൻസ്. ഒരിക്കലും, അതായത് ചില കാര്യങ്ങൾ എന്തായിരിക്കും, ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല, ഒരിക്കലും മാറത്തില്ല, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും, എന്നും അതേപോലെ കണ്ടിന്യൂ ചെയ്യും. ജനറൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പല എന്താ പറയുക ഫാക്ട്സ്, യാഥാർത്ഥ്യങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കും അല്ലേ. യെസ്, അപ്പൊ ഈ പറയുന്ന ജനറൽ ഫാക്ട്സ്, അതായത് ഇപ്പൊ നമ്മൾ പറയാണ് ദ സൺ റൈസസ് അറ്റ് ദ ഈസ്റ്റ് അല്ലേ, സൂര്യൻ എവിടെ ഉദിക്കുന്നു, കിഴക്കിൽ ഉദിക്കുന്നു. ഇറ്റ്സ് എ ഫാക്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. സോ അതേപോലുള്ള യാഥാർത്ഥ്യങ്ങൾ, ഫാക്ട്സ്, സത്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയാം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാബിറ്റ്സ്, അൺചേഞ്ചിങ് ട്രൂത്ത്സ്, അതേപോലെ ജനറൽ ട്രൂത്ത്സ് നമ്മൾ പറയും സിമ്പിൾ പ്രസന്റിലാണ്. അതേപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില അറേഞ്ച്മെന്റ്സും, നമ്മൾ ചില കാര്യങ്ങൾ, ഇതേപോലെ നമ്മൾ ഈ 2 കാര്യങ്ങൾ എന്താണ്, സെയിം ആണ്. അൺചേഞ്ചിങ് സിറ്റുവേഷൻസും ഫിക്സഡ് അറേഞ്ച്മെന്റ്സും, നമ്മൾ ഓൾറെഡി എന്താണ് സെറ്റാക്കി വെച്ച ചില കാര്യങ്ങൾ, നമ്മുടെ ചില ക്യാരക്ടർ ആകാം, ഇതേപോലുള്ളതൊക്കെ എന്താണ് നമ്മൾ പറയാ, മാറ്റങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക ടെൻസിലാ, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ്, പേര് പോലെ തന്നെ ആള് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്ട്രക്ചർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ? എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു സെന്റൻസ്, ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് എഴുതാം. നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്ത് ടെൻസ് നമ്മൾ ഉപയോഗിക്കണം, വെർബ്, എന്ത് ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അർത്ഥം പൂർണ്ണമാക്കുന്ന സെന്റൻസ്, അതിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, അതാണ് നോക്കുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കുക, 3 ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് മിസ് ഇവിടെ കൊടുത്തത്. പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, ക്വസ്റ്റ്യൻ സെന്റൻസ് അല്ലേ. അപ്പൊ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ,
ഫസ്റ്റ് വൺ, നമ്മൾ പോസിറ്റീവ് സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? സബ്ജക്റ്റ് നമ്മൾ എഴുതി, വേർബ് നമ്മൾ എഴുതി, പ്ലസ് ഒബ്ജക്റ്റ് കേട്ടോ. ഒബ്ജക്റ്റ് ഇവിടെ കാണാലോ, നോക്കി നിങ്ങൾ. ഇവിടെ മിസ് വേർബിന്റെ അടുത്ത് ഒരു S⁻ES എഴുതിയിട്ടുണ്ട് അല്ലേ? S⁻ES നോക്കാം. ഇവിടെ മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരട്ടെ, ഇത് മറന്നു പോകരുത് നിങ്ങൾ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒബ്ജക്റ്റ് വേർബിന്റെ അടുത്ത് ഒരു S മിസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ആ S എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണ് പ്ലൂറൽ ആണോ നോക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത്, സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള്, ഞാനോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാള്. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വേർബിന്റെ കൂടെ ഒരു S കൊടുക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, വാക്ക് എന്നുള്ളത് വേർബ് അല്ലേ? വാക്കിന്റെ കൂടെ നമ്മൾ S കൊടുത്തിട്ട് വാക്സ്. അടുത്തത് നോക്കിയേ, മിസ് ഒരു എക്സാമ്പിൾ കൂടി എഴുതാം. റൈറ്റ് പ്ലസ് S എന്ത് വരും? റൈറ്റ്സ്. അടുത്തത് ടോക്ക് പ്ലസ് S ടോക്സ്. അപ്പൊ ഇത് എവിടെ ഈ ഫോമിൽ നമ്മൾ ഉപയോഗിക്കാം? എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് വിസിപ്പിൻ പറഞ്ഞത്. ഇത് ബേസിക്കലി ആരും മനസ്സിലാക്കൂല. സോ സിംഗുലർ സബ്ജക്ട്സ് വരുന്ന സമയത്ത് വേർബിന്റെ കൂടെ നമ്മൾ S ഉപയോഗിക്കണം. മനസ്സിലായോ? അതായത് മക്കൾ ശ്രദ്ധിച്ചേ, മിസ് പറയാണ്, ഷീ ടോക്സ്, ഹീ റൈറ്റ്സ്, രാമു റൈറ്റ്സ്. നോക്കി അടുത്തത്, ശീതൾ ഗോസ്, ടോം കംസ്. ഇവിടെ മിസ് എഴുതിയത് മുഴുവൻ ഏതാണ്? സിംഗുലർ ഫോം ആണ് സബ്ജക്റ്റ്. സോ സിംഗുലർ ഫോം ഓഫ് ദി സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കും? S ഫോം ഉപയോഗിക്കും. മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ മറിച്ച് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ആളുകളുടെ സമയത്ത്. സോ ഈ പ്ലൂറൽ സബ്ജക്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ഇതേപോലുള്ള S ഫോംസ് നമ്മൾ യൂസ് ചെയ്യില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ നോക്കി, സബ്ജക്റ്റ്, വേർബ്, S+ES, ദെൻ ഒബ്ജക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ, നെഗറ്റീവ് സെന്റൻസ് ആവുന്ന സമയത്ത് സബ്ജക്റ്റ് കഴിഞ്ഞ പിന്നെ എന്ത് വരണം? പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡോണ്ട്. അതെങ്ങനെയാ? ഐ ഡോണ്ട് വാണ്ട്, ദേ ഡോണ്ട് കം, വി ഡോണ്ട് വാണ്ട്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട്, യു ഡോണ്ട് വാണ്ട്, they don't want, we don't want. അതേപോലെ പ്ലൂറൽ സബ്ജക്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡു ഉപയോഗിക്കും. അത് മിസ് ഒന്ന് ഇവിടെ പറഞ്ഞു തരാം. ഇതും എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നോക്കാം ഇവിടെ, ഐ, യു, ദേ, വി. നമ്മൾ എപ്പോഴും ഒരു കോഡ് കൊടുക്കുക ഇങ്ങനെയാണ്, ഐ, യു, ദേ, വി. ഇതാണ് എന്ത്? പ്ലൂറൽസ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഐ, യു, ദേ, വി. ഈ 4 സബ്ജക്റ്റ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പ്ലൂറൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നോക്കി, ഈ പ്ലൂറൽസിന്റെ കൂടെയാണ് എന്ത് വരാ? ഡോണ്ട് വരാ. ഓക്കെ, ഇനി ഡസ് ആരെ കൂടെ വരും? സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി ഡസൻറ്റ്, ഷീ ഡസൻറ്റ് ഈറ്റ്, ഡസൻറ്റ്. അതേപോലെ ഇനി ഒരാളെ പേര് പറയാം നമുക്ക്, രാമു ഡസൻറ്റ്, ഗീത doesn't, ശീതൽ doesn't, ആമിന doesn't, ആയിഷ doesn't. അല്ലേ? അപ്പൊ പ്ലൂറൽ ആകുന്ന സമയത്ത് ഡോണ്ടും, സിംഗുലർ ആകുന്ന സമയത്ത് ഡസൻറ്റും. അത് സെറ്റ് അല്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നോക്കിയേ, സബ്ജക്റ്റ് ഡോണ്ട്, ഡസൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? വി വരണം. വി എന്ന് പറഞ്ഞ എന്താ? വേർബ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് എന്തിനെ കുറിച്ചാ? പ്രസന്റ് ടെൻസിനെ കുറിച്ചാ അല്ലേ? പ്രസന്റ് ടെൻസിനെ കുറിച്ചാകുമ്പോൾ വേർബ് ഫോം ഏത് ടെൻസിൽ വരണം? ഏത് ടെൻസാ വരാം? V1 വരണം. V1 എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഫോം. നോക്കിയേ, ടോക്ക്, വാക്ക്, swim, work, write, teach, dance, sing. Then വേറെന്തൊരു verb ഉള്ളത്? study, sing നമ്മൾ പറഞ്ഞു അല്ലേ? സോ ഇതേക്കാണ് കണ്ടോ നിങ്ങളെ? ഇതൊക്കെ V1 ഫോം ആണ്.
വിച്ച് ഫോം ആണ്? V1 ഫോം. സോ V1 ഫോമിലാണ് ഏത് വരാം? verb ഫോംസ് വരാം. അപ്പൊ നോക്കിയേ, V1 ഫോം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഒന്നെങ്കിൽ ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് പ്ലസ് V1 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഐ ഡു നോട്ട് വാണ്ട്, ഷീ ഡസ് നോട്ട് വാണ്ട്. ഓക്കെ, അപ്പൊ V1 ഫോം നമ്മൾ യൂസ് ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ചോദ്യമാണ് അല്ലെ. ചോദ്യമാകുന്ന സമയത്ത് ചോദ്യവാക്ക് ക്വസ്റ്റ്യൻ വേർഡ് എവിടെ വേണം? നമ്മുടെ സെന്റൻസിന്റെ തുടക്കത്തിൽ വേണം. എവിടെ വേണം ക്വസ്റ്റ്യൻ വേർഡ്? സെന്റൻസിന്റെ തുടക്കത്തിൽ വേണം കേട്ടോ. അതിന് നോക്കി നമ്മൾ ഇവിടെ പഠിച്ചു അല്ലെ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ചോദിക്കാം എങ്ങനെയാണ്? മക്കളൊന്ന് ശ്രദ്ധിക്കാം. ഡു, ഡസ്. ഈ ഡു ആൻഡ് ഡസിന്റെ ഡിഫറൻസ് മിസ് ഓൾറെഡി പറഞ്ഞു തന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡു ആൻഡ് ഡസ്? ഡു നമ്മൾ പറഞ്ഞു ഐ, യു, ദേ, വി. ഡസ് നമ്മൾ പഠിച്ചു ഷീ, ഹി, ഇറ്റ്. സിംഗുലർ സബ്ജക്റ്റിന്. അപ്പൊ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഡസ് നമ്മൾ ഉപയോഗിക്കാം. ഡസ് ഹി, ഡസ് ഷീ, ഡസ് ഇറ്റ്. ഇനി നിങ്ങൾ പ്ലൂറൽ ആണ് ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ് ഡു യു, ഡു ദേ, ഡു വി. ഓക്കെ, ഡു യു വാണ്ട് എ ചോക്ലേറ്റ്? ഡു യു ലൈക്ക് മീ? ഡു യു ലൈക്ക് ഹിം? ഡു യു വാണ്ട് എ ചോക്ലേറ്റ്? ഡു യു വാണ്ട് എ പെൻ? ഡു ദേ വാണ്ട് എ ക്ലാസ്? അവർക്ക് ക്ലാസ് വേണോ? ഡു ദേ വാണ്ട് എ ക്ലാസ്? ഡു ദേ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്? അവർക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സ് which are they? ഏതൊക്കെയാ? ഡു ആൻഡ് ഡസ്. മനസ്സിലായല്ലോ? which are they? ഡു ആൻഡ് ഡസ്. ഓക്കെ, നോക്കി ഇവിടെ ഡു ഓർ ഡസ്. ഈ ഡു നമ്മൾ ആർക്ക് ഉപയോഗിക്കണം? ഡസ് നമ്മൾ ആർക്ക് ഉപയോഗിക്കണം? ദാറ്റ് we learn ചെയ്യണം. നെക്സ്റ്റ് എന്ത് വരണം? സബ്ജക്റ്റ് വരണം, ദെൻ വെർബ് വരണം, ഒബ്ജക്റ്റ് വരണം. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നോക്കാനുള്ളത്. നോക്കി ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ഫസ്റ്റ് വൺ. അടുത്തത് ഏതാണ്? നമുക്ക് നോട്ട് കാണുന്നുണ്ട്. നോട്ട് വന്നാൽ നമുക്ക് ഉറപ്പാണ് സെന്റൻസ് ഇസ് ഗിവൺ ഇൻ നെഗറ്റീവ് ടോൺ. ഏത് ടോണിലാണ് തന്നത്? സെന്റൻസ് നെഗറ്റീവ് ടോണിലാണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. അടുത്തതോ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻസ് അല്ലേ. സോ നോക്കി, ഐ റൺ ഫസ്റ്റ്. നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ഐ, റൺ വേർബ്. ഞാനിവിടെ ഐ റൺസ് എന്ന് പറഞ്ഞില്ല. വൈ? ബിക്കോസ് ഐ ഈസ് സിംഗിൾ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐന്റെ പ്രൊനൗൺ ആയതുകൊണ്ട്, ഐ ഈസ് എ പ്രൊനൗൺ. ഐന് നമ്മൾ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? പ്ലൂറലായിട്ടും. സോ ഐ റൺ. ഓക്കെ, അയ്യോ ദേവി മറക്കരുത്. അയ്യോ ദേവിയിൽ ഒരാളാണ് നമ്മുടെ ഐ. സോ ഐ റൺ ഫാസ്റ്റ് അല്ലേ. ഞാൻ പെട്ടെന്ന് ഓടുന്നു, എനിക്ക് പെട്ടെന്ന് ഓടാൻ പറ്റും. അടുത്ത് നോക്കിയേ, യു റൺ ഫാസ്റ്റ്. അവിടെ എന്താണ്? യു പ്ലൂറൽ ആയതുകൊണ്ട് റൺ ആണ് നമ്മൾ കൊടുത്തത്, നമ്മൾ റൺസ് കൊടുത്തിട്ടില്ല. ഇനി അതിന്റെ നെഗറ്റീവ് നോക്കി, ഐ റൺ ഫാസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ഓടാൻ സാധിക്കുന്നു. ഐ ഡോണ്ട് റൺ ഫാസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ഓടാൻ സാധിക്കുന്നില്ല. ഇനി ഒരു ചോദ്യം, എനിക്ക് പെട്ടെന്ന് ഓടാൻ സാധിക്കൂ? ഡു ഐ റൺ ഫാസ്റ്റ്? ഞാൻ പെട്ടെന്ന് ഓടൂ, എനിക്ക് സാധിക്കും. ഡു ഐ റൺ ഫാസ്റ്റ് അല്ലേ. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കിയേ, യു റൺ ഫാസ്റ്റ്. യു ഡോണ്ട് റൺ ഫാസ്റ്റ്. Do you run fast? Next one, he runs fast. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സബ്ജക്റ്റ് he വന്നു അല്ലേ. ഇവിടെ നമ്മൾ എന്ത് എഴുതി? റൺ എഴുതി. റൺ കഴിഞ്ഞിട്ട് എസ് എഴുതി. എന്തുകൊണ്ടാണ് നമ്മൾ എസ് കൊടുത്തത്? സിംഗുലർ ആയതുകൊണ്ട്. സോ ഷീ റൺസ് ഫാസ്റ്റ്, അമാന റൺസ് ഫാസ്റ്റ്, ആരതി റൺസ് ഫാസ്റ്റ്, അഖിൽ റൺസ് ഫാസ്റ്റ്. മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, സോ യു ഡോണ്ട് റൺ ഫാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ. ഹി റൺസ് ഫാസ്റ്റ്, ഹി ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഡസ് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്? സിംഗുലർ ആയതുകൊണ്ട്. ഡസ് ആരതാ? സിംഗുലറിന്റെ. ഇവിടെ നോക്കിയേ, ഹി ഡസ് നോട്ട് റൺ ഫാസ്റ്റ്. അടുത്ത് നോക്കിയേ, ക്വസ്റ്റ്യൻ ആണ്, ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഡസ് ഹി റൺ ഫാസ്റ്റ്? അവൻ വേഗത്തിൽ ഓടൂ. അടുത്തത്, ഷീ റൺസ് ഫാസ്റ്റ്. അവൾ പെട്ടെന്ന് ഓടും. ഷീ ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഡസ് ഷീ റൺ ഫാസ്റ്റ്? അവൾ പെട്ടെന്ന് ഓടൂ. ഇറ്റ് റൺസ് ഫാസ്റ്റ്. ഇറ്റ് ഡസൻറ്റ് റൺ ഫാസ്റ്റ്. ഡസ് ഇറ്റ് റൺ ഫാസ്റ്റ്? നോക്കിയേ, ദേ റൺ ഫാസ്റ്റ്. ദേ വന്നു, അഗെയിൻ സബ്ജക്റ്റ് ഉണ്ടായി, പ്ലൂറലായി. സോ അഗെയിൻ സബ്ജക്റ്റ് പ്ലൂറലായ സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചു? റൺ ഉപയോഗിച്ചു. ദേ ഡോണ്ട് റൺ ഫാസ്റ്റ്. ദേ ഡോണ്ട് റൺ ഫാസ്റ്റ്. അവർ എന്ത് ചെയ്യുന്നില്ല? പെട്ടെന്ന് ഓടുന്നില്ല. ദെൻ ഡു ദേ റൺ ഫാസ്റ്റ്? അവരെന്താണ്?
പെട്ടെന്ന് ഓടാൻ സാധിക്കൂ അവരെ കൊണ്ട്, പെട്ടെന്ന് വേഗത്തിൽ ഓടാൻ സാധിക്കൂ അവരെ കൊണ്ട്. ഡു ദേ ഈസ് പ്ലൂറൽ, അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡു ഉപയോഗിച്ചു. നെക്സ്റ്റ് വൺ, വി റൺ ഫാസ്റ്റ്. വി ഇസ് പ്ലൂറൽ, വി റൺ ഫാസ്റ്റ്, അതുകൊണ്ട് നമ്മൾ വി റൺസ് എന്ന് പറഞ്ഞില്ല. വാട്ട് ഡിഡ് വി യൂസ് ഹിയർ? വി റൺ. മനസ്സിലായോ? എന്താ നമ്മൾ ഉപയോഗിച്ചത്? വി റൺ. അടുത്ത് നോക്കിയും വി ഡോണ്ട് റൺ. വി പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡു നോട്ട്. ഡോണ്ട്. വി ഡോണ്ട് റൺ ഫാസ്റ്റ്. നെക്സ്റ്റ് വൺ നോക്കിയും ഡു വി റൺ ഫാസ്റ്റ്. നമുക്ക് പെട്ടെന്ന് ഓടാൻ സാധിക്കും, നമുക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കൂ. ഡു വി റൺ ഫാസ്റ്റ്? ഡു വി റൺ ഫാസ്റ്റ് അല്ലേ? സോ നമുക്ക് പെട്ടെന്ന് ഓടാൻ സാധിക്കും. ഡു ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച്, എന്തൊക്കെ നമ്മൾ പഠിച്ചു? നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം കേട്ടോ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിൽ ഉണ്ടായിരിക്കും കർത്താവ്, ക്രിയ അല്ലേ, ക്രിയാധാതു. എന്തിലേക്കാണോ ആ ആക്ഷൻ നമ്മൾ ചെയ്തത്. സോ ഇഫ് ദ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ, നമ്മൾ എന്തുപയോഗിക്കും? വെർബിന്റെ കൂടെ എസ് ഫോം, അതിനുശേഷം ഒബ്ജക്റ്റ്. If the subject plural, എന്തുപയോഗിക്കും? വെർബ് മാത്രം, വെർബിന്റെ കൂടെ ഒബ്ജക്റ്റ് അല്ലേ? ഇത്രയും പഠിച്ചു നമ്മൾ. അപ്പൊ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് സിംഗുലറും സബ്ജക്റ്റ് പ്ലൂറലും ആകുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്നുള്ളത് എന്താണ്? ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം? എന്റെ പൊന്നു മക്കള് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സപ്പോസ് യുവർ നെയിം ഇസ് ആമിന. ആമിന ലൈക്സ് ചോക്ലേറ്റ്. ആമിന ലൈക്സ് ചോക്ലേറ്റ്. എക്സ് നമ്മൾ പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ പറയാണ് ആമിനെയും ആമിന്റെ ബെസ്റ്റ് ഫ്രണ്ടും. അപ്പൊ വി ആയി ഞങ്ങൾ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വി ലൈക്ക് ചോക്ലേറ്റ് അല്ലേ? ആ എക്സാമ്പിൾ എന്ത് ചെയ്യാ? എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. നോക്കിയേ, ആമിന ലൈക്സ് ചോക്ലേറ്റ്. ആമിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്? ആയിഷ. അവർ പറയാണ് വി ലൈക്ക് ചോക്ലേറ്റ്. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? എസ് ഉപയോഗിച്ചു. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ലൈക്ക് മാത്രം ഉപയോഗിച്ചു. വി ലൈക്ക് ചോക്ലേറ്റ്. ഇനി ക്വസ്റ്റ്യൻ, നമുക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? അത് അവർ ചോദിക്കാം. എടോ നമുക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമാണോ? എന്ത് ചോദിക്കും നമ്മള്? ഡു വി. ഡു വി ലൈക്ക് ചോക്ലേറ്റ്സ്? നമുക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണോ? സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇമാജിൻ ചെയ്യുക. യു പീപ്പിൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് യുവർ ഓൺ എക്സാമ്പിൾസ്. നിങ്ങളുടെ തന്നെ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഐ ഹാഡ് ടു ടീച്ച് യു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പഠിപ്പിക്കാനുണ്ടായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വളരെ ബേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല അടിച്ചു പൊളിച്ച് മാമ്മൂട്ടി ചീറിപ്പാരി പറയണ്ടേ? സോ ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ലേൺ യുവർ ഗ്രാമർ വെൽ ആൻഡ് യു പ്ലീസ് മേക്ക് ഇറ്റ് തറോ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ തറവായിട്ട് പഠിക്കണം ഗ്രാമർ. സോ ഡു വൺ തിങ്, പ്ലീസ് വെയിറ്റ് ഫോർ മീ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ന്യൂ ഗ്രാമർ ടോപ്പിക്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. വീഡിയോ യു പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. പ്ലീസ് ഡു comments in the comment box. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിസ്സിൻ്റെ ക്ലാസ് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ see you soon with a new video. Till that, you all take care, you all enjoy, you all should study well, enjoy with your friends, enjoy your school days, enjoy your exam, be happy. Thank you so much. Always stay happy. Bye.